Ik zag entender, men ook nooit droeg. Als ik dan hole, een keer naar jou, bleken de dromen, offronden zeevrede. രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ കുടിക്കായിരുന്നു. ഈ പാലിവിടെ കൊണ്ടുവച്ചിട്ട് എത്ര നേരം കാണൂടാ? എടാ, ഈ ഫുഡ് ഉണ്ടാക്കി വെച്ചത് നിനക്കൂടെ വേണ്ടിയിട്ടാ. നീ ഇന്നലെ കഴിച്ചു. എന്താ ഇത്? എടാ, നിന്റെ മരുന്ന്. ജോഷി, ഞാൻ പറഞ്ഞു മരുന്ന് മേടിക്കാൻ. അതല്ലടാ, തീർന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് മേടിച്ചത്. അതിന് മാത്രം ബുദ്ധിമുട്ടൊന്നും ഇപ്പം എനിക്കില്ലല്ലോ. എടാ, ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതല്ലേ, അപ്പം പിന്നെ കംപ്ലീറ്റ് ചെയ്തെങ്ങനെ? ജ്യോതിഷേ, ഈ ടോപ്പിക്ക് നമ്മൾ വിട്ടതല്ലേ?
ആ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് അഥവാ ബോധധാര സമ്പ്രദായം. ആസ് ദ നെയിം സജസ്റ്റ്, ഒരു ക്യാരക്ടറിൻ്റെ അതിൻ്റെ തോട്ട്സിനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പൊർട്രേ ചെയ്യുന്നതിനെയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ഇത് ഒരു നറേറ്റീവ് ടെക്നിക്കാണ്. ആ അന്ന ഗെറ്റ് ഇറ്റ്. സോ ഇറ്റ്സ് മോർ ലൈക്ക് ആൻ ഇൻറ്റീരിയർ മോണോലോഗ്. സോ നെറ്റിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ UGC നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വളരെ വെയിറ്റേജ് ഉള്ളൊരു പോർഷനാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് കൺഫെഷണൽ പോയട്രി. കൺഫെഷണൽ പോയട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ ഞാൻ ഇന്നലെ ഒരുപാട് തവണ വിളിച്ചല്ലോ, എന്നാ എടുക്കാൻ ഞാൻ? എടുക്കാൻ തോന്നിയില്ല. ക്ലാസ് കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുമോ? ഒരു കോഫി കുടിക്കാൻ? അഭിജിത്ത്, എന്താണ്? ഒന്നുമില്ല. താ ഓക്കെ അല്ലേ? ആ ക്ലിയർ അല്ലേ എല്ലാം? ആ അതെ. ഗുഡ്. വർക്ക് വാങ്ങാൻ വർക്കൊക്കെ മേടിച്ചു ശുഷ്കാന്തിയാണ്. പക്ഷെ കാശ് വരുമ്പോൾ കൈമാറും. എന്തുവാ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് നീ? ആ കഴിക്കാൻ കേട്ട് ആർക്കും പോയി. എല്ലാവന്മാരും ഇങ്ങനെ തന്നെയാടാ, പണിയെടുപ്പിക്കും പക്ഷെ പൈസ തരത്തില്ല. മടുത്തെനിക്ക്. ഇതെല്ലാം അങ്ങ് നിർത്തിയാലോ എന്ന് വിചാരിക്കുവാടാ. എന്താ എൻ്റെ അഭിപ്രായം? മതിയാക്കിയോ അപ്പൂട്ടാ? എന്നും ഒരേ സ്വപ്നം തന്നെയാ അല്ലടാ? ജ്യോതിഷേ, എനിക്ക് പേടിയാവുന്നടാ. എന്തിനാ? വല്ലാണ്ട് പേടിയാവുന്നു. എന്തിനാ നീ പേടിക്കുന്നത്? ഞാൻ ഇല്ലടാ ഇവിടെ. പേടിക്കണ്ട, ഉറങ്ങിക്കാം.
കോർത്ത പാട്ടുമായി പടികളതേറിടാം തളരും വരെ ഇന്നുരാവുമാഞ്ഞു പോയി പുലരീതാ വെൺമേഘമേ ദൂരമേ നേരമേ ആഴമേ. അഭി ഇതന്നല്ലേ എന്നോട് ചോദിച്ച പുസ്തകം? താങ്ക്സ്. അന്ന, കോഫി കുടിക്കാൻ പോവാൻ സമയം കാണും? നീ പകലിരവാകെ കാണുന്നൊരേ കനവുകളായ തേൻ തുമ്പികൾ പാറുന്നിതാ പതിയെ. നാം അലകടലാഴമറിയുന്നുവോ തിരകളിലാഴ്ന്നു പോകുന്നുവോ വിദൂരതാരമേ കനവുകളേന്തിയ ദിനങ്ങളിൽ ഇന്നു പീതമാരിയും മണിമുകിലും മനം മൂടുന്നുവോ ഇരുളിലൊരാൾ തേടിയോ. നീ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്തിനെയാ? ഓർമ്മകളെ. അപ്പോൾ ഏറ്റവും വെറുക്കുന്നതോ? അതും ഓർമ്മകളെ തന്നെ. ടീച്ചിങ് പ്രൊഫഷൻ ആക്കാനാണോ ഇഷ്ടം? അല്ല, പിന്നെന്താ, റിസർച്ച് ആണോ? ഒന്നുമില്ല. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? മനുഷ്യനാകുമ്പോൾ എന്തെങ്കിലും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ആണില്ലേ? എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നുമല്ലല്ലോ, സന്ദർഭങ്ങളല്ലേ മനുഷ്യൻ്റെ വിധി നിർണ്ണയിക്കുന്നത്. ഇന്ന് ബീച്ചിൽ പോയല്ലേ? ബീച്ചോ? ജ്യോതിഷേ, നോക്കടാ, സ്റ്റാറി നൈറ്റ്സ്. ഈ സ്റ്റാറി നൈറ്റ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയാം എനിക്ക്. ഫ്രാൻസിലെ ഒരു ഭ്രാന്താശുപത്രിയിൽ ചികിത്സയിലായിരിക്കുമ്പോഴാണ് വാങ്കോഗ് ഈ ചിത്രം വരയ്ക്കുന്നത്. മനസ്സിലെ എല്ലാ സംഘർഷങ്ങളെയും നിറങ്ങളാക്കി അതിനെ ക്യാൻവാസിലേക്ക് പകർത്തുന്നവനാണ് ഒരു നല്ല കലാകാരൻ എന്ന് കേട്ടിട്ടില്ലേ? ഇതും അങ്ങനെ ഒന്നാണ്. പക്ഷെ ജ്യോതിഷേ, ഈ സ്റ്റാറി നൈറ്റ്സ് അദ്ദേഹം കണ്ടുവരച്ചൊരു ചിത്രമല്ല, അത് അയാളുടെ ഓർമ്മകളിൽ നിന്നുണ്ടായതാണ്. അഭികുട്ടാ, എന്താടാ? നീ ഓർമ്മകളെ പേടിക്കരുത്. ഓർമ്മകൾ ചിത്രങ്ങൾ പോലെയല്ലേ, മായ്ച്ചു കളയാം, മാറ്റി വരയ്ക്കാം. നീ ഇനിയും മായ്ച്ചു കളയാത്തൊരു ചിത്രമല്ലേ ഞാനും.
എന്നെ നോക്കണ. എനിക്ക് പേടിയാണ്ടല്ലേ, എടാ എനിക്ക് പേടിയാണ്ടല്ലേ നിന്നോട് പോട്ടെന്ന് പറഞ്ഞത്. എത്ര നാൾ നീ ഇങ്ങനെ പേടിക്കും? എത്ര നാൾ നിന്നെ ഞാൻ ചുമക്കാം? ദേഷ്യപ്പെടല്ലേ, നരകമാണ് ഞാനുള്ളതിന്റെ കൂടെ ജീവിക്കുന്നത്. നീ കൂടെ അങ്ങനെ പറയല്ല അവൻകുട്ടാ. ഇനി ഇവിടെ നിന്നാലേ ഞാൻ നിന്നെ പോലെ ആയിപ്പോ. അവൻകുട്ടാ മാറ്, അവൻകുട്ടാ എനിക്ക് പോണം. പോവല്ലടാ, എനിക്ക് പേടിയാണോ? നീ പോ അവൻകുട്ടാ, പോടാ. പിന്നെന്താ നീ സ്റ്റൂള് വരച്ച്? ഈ സ്റ്റൂള് അത് പേഴ്സണലാടാ. അതെന്താടാ അത്ര പേഴ്സണൽ? അത് നിനക്ക് മനസ്സിലാവും. ഇരുളിലൊരാൾ തേടിയോ ഒരു തിരിയെരിയുന്നുവോ നിലാവേ നിനക്ക്
പകലിരവാകെ കാണുന്നൊരേ കനവുകളായ തേൻ തുമ്പികൾ പാറുന്നിതാ പതിയെ അലകടലാഴമറിയുന്നു